വെൽക്കം ടു എക്സ് ആൻഡ് വൈ USS ക്ലാസ്സസ്. സോ USSന്റെ പ്രിപ്പറേഷൻ നിങ്ങൾ ഇനിയും സീരിയസ് ആയിട്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ സ്കൂളിലുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഞാൻ ആ ക്ലാസ്സുകൾ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഹൗ ടു സ്റ്റാർട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ ഫെബ്രുവരി 27 നമ്മുടെ USS എക്സാം നടക്കുന്നത്. സോ നമുക്ക് 2 മാസത്തോളം സമയമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡിസംബർ പകുതി കഴിഞ്ഞു, നമുക്ക് കുറച്ച് സമയം മുന്നിലുണ്ട്. പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഡെയിലി ബേസിസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ USSനെ പറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ക്ലാസ്സുകൾ മാത്രം കണ്ടിട്ട് എന്താണ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. സോ നമ്മുടെ USS ക്ലാസ്സസിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി, നമ്മുടെ എക്സ് ആൻഡ് വൈയുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി നിങ്ങൾ കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഡെയിലി അതിൽ ക്വിസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ USS കമ്മ്യൂണിറ്റിയിൽ ഉണ്ട്. സോ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. സോ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. സോ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ എലിജിബിലിറ്റി എന്നുള്ളത്. എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിസൈഡഡ് ബൈ ദ സെക്കൻഡ് ടേം എക്സാം റിസൾട്ട്സ് ആൻഡ് രജിസ്ട്രേഷൻ ഡൺ ബൈ സ്കൂൾ. സോ നമ്മൾ USS എന്ന് പറഞ്ഞാൽ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് പോലെ നമ്മൾ പോയി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ സ്കൂൾ തന്നെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മളെ ക്രിസ്മസ് എക്സാം അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് ടേം എക്സാമിന് ബേസ് ചെയ്തിട്ടാണ് നിങ്ങളെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. നേരത്തെ തന്നെ നിങ്ങളുടെ ക്ലാസ്സസ് ഒക്കെ നിങ്ങളുടെ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കീ സിലബസ് ഏരിയസ്, എന്തൊക്കെ സിലബസിൽ നിന്നാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആവട്ടെ, നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ സബ്ജക്റ്റുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എത്ര വെയിറ്റേജ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. അതൊക്കെ നമ്മൾ ഇപ്പോഴാണ് നോക്കേണ്ടത്, അവസാന നിമിഷമൊന്നും നമ്മൾ ഇതൊന്നും നോക്കാൻ പാടില്ല. സോ നമ്മൾ കീ സിലബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ്, ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ട്, നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്, 2 ലാംഗ്വേജുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സയൻസ്, നമ്മുടെ അടിസ്ഥാന ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യൽ സയൻസും ബേസിക് സയൻസും എന്നുള്ള സിലബസ് ഉണ്ട്. ദെൻ നമ്മുടെ മാത്തമാറ്റിക്സ്, നമ്മളെല്ലാവരും പറയും നമുക്ക് ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ സിലബസ് ആണ് മാത്തമാറ്റിക്സ് എന്ന്. സോ നമ്മുടെ എക്സ് ആൻഡ് വൈയിലെ സ്റ്റുഡൻസ് ഒന്നും അത് പറയില്ല, കാരണം നമ്മൾ അത്രയും പ്രോപ്പർ ആയിട്ട് അത്രയും ഡീപ്പ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്നുണ്ട്. സോ ഈ 3 ലെവലിൽ നിന്നും നമുക്ക് ചോദ്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഓരോ സബ്ജക്റ്റിലും ഇത്ര മാർക്ക് വേണമെന്നൊന്നുമില്ല. നമ്മുടെ USS ക്ലിയർ ചെയ്യാൻ നമുക്ക് ടോട്ടൽ, അതായത് 90 മാർക്കിൽ 63 മാർക്ക്, അതായത് 70% മാർക്കാണ് നമ്മൾ സ്കോർ ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് ഏതിലാണ് നിങ്ങളുടെ അഭിരുചി കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിൽസ് കൂടുതലുള്ളതെന്നുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകൾ, ഇപ്പം എനിക്ക് മാത്സ് ആണ് ഏറ്റവും കൂടുതൽ അറിയാം, എനിക്ക് ലാംഗ്വേജ് തീരെ അറിയില്ല, അതുകൊണ്ട് ഞാൻ മാത്സ് മാത്രം സ്കോർ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലിയർ ചെയ്യാൻ പറ്റില്ല. മറ്റ് ലാംഗ്വേജിൽ നിന്നും നമുക്ക് ചിലപ്പോൾ എളുപ്പമുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ടും 3ലും നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള പ്രാക്ടീസ് വേണം. അതിനുള്ള ക്ലാസ്സുകളും ലൈവുകളും എല്ലാം നമ്മുടെ എക്സ് ആൻഡ് വൈ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. സോ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഒരു വീക്കിന് മുന്നേ തന്നെ നമ്മളുടെ USSന്റെ ചാമ്പ്യൻസ് ലീഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് നമ്മുടെ എക്സാം വരുന്നത്. ഒരു എക്സാമിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പം നമ്മൾ ആദ്യം പറഞ്ഞു ഏതൊക്കെ സബ്ജക്റ്റ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വെയിറ്റേജ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ എക്സാം നടത്തുന്നത്, എത്ര സമയമാണ്, അല്ലെങ്കിൽ ഏതൊക്കെ പേപ്പർ ആണുള്ളത് എന്നുള്ളത്. സോ നമ്മുടെ USSന് നിങ്ങൾക്ക് 2 പേപ്പറാണുള്ളത്. രാവിലെ അതുപോലെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നമ്മൾ പേപ്പർ എഴുതുന്നത്. നമുക്ക് എന്താണ് 90 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 45 ക്വസ്റ്റ്യൻസിന്റെ 45 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാവുന്ന ഒരു സെറ്റും 45 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാവുന്ന വേറൊരു സെറ്റുമാണ് നമുക്കുള്ളത്. സോ പേപ്പർ 1 നിങ്ങൾക്ക് പാർട്ട് A ലാംഗ്വേജ്, അതായത് നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ്, അതുപോലെ പാർട്ട് B ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് ആൻഡ് മാത്തമാറ്റിക്സ് നമ്മുടെ രാവിലത്തെ സെഷനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാം, നമ്മൾ ഈ ലാംഗ്വേജിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്തുണ്ടാവും, കുറച്ചുകൂടെ കൂടുതൽ സമയം നമുക്ക് മാത്സിൽ ഇരിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഇതിനൊക്കെ ഒരുപാട് സമയം എടുത്താൽ നമ്മൾ അടുത്ത് എന്താ വരുന്നത്, 2 ലാംഗ്വേജ് കഴിയുമ്പോൾ മാത്സാണ് വരുന്നത്. മാത്സ് നമുക്കറിയാം, കുറച്ച് ചെയ്ത് നോക്കാനുണ്ട് അല്ലേ. സോ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പാർട്ട് 1 അല്ലെങ്കിൽ പേപ്പർ 1 നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി പേപ്പർ 2 നമ്മൾ നോക്കിയാൽ ഇംഗ്ലീഷ് ആണ് ആദ്യം തന്നെ വരുന്നത്, വീണ്ടും ഒരു ലാംഗ്വേജ് ആണ് ആദ്യം വരുന്നത്. പിന്നെ നമ്മളുടെ ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രം, ദെൻ നമ്മുടെ സോഷ്യൽ സയൻസ് ആണ് വരുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സ്റ്റിൽ നമ്മുടെ മാത്സ് പോലെയല്ല ബേസിക് സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസിലൊക്കെ നമുക്ക് ഒരുപാട് ഫാക്ട് ബേസ്ഡ് ആണല്ലേ, നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. നമ്മൾ ആ പോർഷൻ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് 4 ഓപ്ഷൻ കാണുമ്പോഴും ഇതൊക്കെ എല്ലാം ശരിയാണെന്ന് നമുക്ക് തോന്നും അല്ലേ. സോ ഈ ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഒരു എക്സാം, ഏതൊരു എക്സാം, നിങ്ങളിപ്പോൾ USS ആയിക്കോട്ടെ, മുന്നോട്ടുള്ള ഏതെങ്കിലും എക്സാംസ് ആയിക്കോട്ടെ, നിങ്ങളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ സിലബസ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്, എത്ര ചോദ്യങ്ങൾ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ഇനി നമുക്ക്
എന്തൊക്കെ റിസോഴ്സസ് വേണം, അല്ലെങ്കിൽ നമ്മൾ USS പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്തൊക്കെ റിസോഴ്സസ് വേണം എന്നുള്ള കാര്യങ്ങൾ നോക്കിയാൽ, സോ നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്ക്, നമ്മളെ ക്ലാസ് 7 ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എക്സാം വരുന്നത്. കുറച്ച് നിങ്ങൾക്ക് ഔട്ട് ഓഫ് സിലബസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ പുറത്തുനിന്നുള്ള ചോദ്യം പോലെ തോന്നാം. സ്റ്റിൽ നമ്മളുടെ ബേസ് അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് സ്കൂളിലും മറ്റുമൊക്കെ ഒരുപാട് ഗൈഡുകളും വർക്ക് ബുക്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും. നിങ്ങൾ ലൈബ്രറിയിൽ യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കുറേ പേര് സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വേണ്ടി മാത്രം നമ്മളുടെ എക്സാം വൈഡ് ലൈവുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. സോ നമ്മൾ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾ എന്തായാലും ചെയ്ത് നോക്കണം. അതേ പാറ്റേണിൽ അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ ഉള്ള അവൈലബിലിറ്റി, ഇപ്പം നമ്മൾ ഒരുപാട് മുന്നേ ആണെങ്കിൽ നമുക്ക് എന്താണ് ടെക്സ്റ്റ് ബുക്കും ഗൈഡുകളും മാത്രം ഉണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ, ഇപ്പം നമ്മുടെ പ്ലാറ്റ്ഫോം പോലെ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കാണാം. സോ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ക്ലാസ്സുകൾ എക്സാംസ് ഒക്കെ എഴുതുക, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറയാം. ആൻഡ് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ടെസ്റ്റുകൾ നമ്മൾ എഴുതിയിരിക്കണം. നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുകയാണെങ്കിൽ നമ്മൾ ആ തലേന്ന് വരെ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, പിറ്റേന്ന് പോയിട്ട് എക്സാം എഴുതരുത്. നമ്മൾ ആ സമയത്തിനുള്ള അത്രയും ചോദ്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ മോക്ക് ടെസ്റ്റുകളും ചെറിയ ചെറിയ പ്രാക്ടീസ് ടെസ്റ്റുകളായിട്ട് നമ്മുടെ എക്സാം വൈയുടെ കമ്മ്യൂണിറ്റി, നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അവസാനം നമുക്ക് വലിയൊരു മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ റിസോഴ്സുകളായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്, നമുക്ക് SCRT ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തൊരു സംശയം വന്നാലും, നമ്മൾ ക്വസ്റ്റ്യൻ്റെ സംശയം വന്നാലും നമ്മൾ എന്ത് ചെയ്യുക, SCRTയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഗൈഡുകൾ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, നമ്മളെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാം. ദെൻ നമ്മുടെ മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഇനി നമ്മൾ നോക്കിയാൽ വാട്ട് ടു ഡു, അതായത് നമ്മൾ ഈ എക്സാമിന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തിങ് നമ്മൾ നോക്കിയാൽ ഒരു സ്റ്റഡി പ്ലാൻ, നമ്മൾ എന്താണ് ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഞാൻ ഇന്ന് മുതൽ USSന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ചാപ്റ്റേഴ്സ്, ഓരോ സബ്ജക്റ്റിലുള്ള ചാപ്റ്റേഴ്സ് ഞാനൊന്ന് ലിസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ അതിൽ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ചാപ്റ്റേഴ്സ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യണം. എനിക്ക് തീരെ അറിയില്ല, എനിക്ക് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് വെക്കണം. അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ വേണം. ഇപ്പോൾ പ്രോപ്പറായിട്ട് ഇന്ന ദിവസം ഞാൻ ഇന്നതാ പഠിക്കുക എന്നുള്ളൊരു സ്റ്റഡി പ്ലാൻ വേണമെന്നല്ല. എനിക്ക് മുന്നോട്ടൊരു 2 മാസമുണ്ട്, ഈ സമയത്ത് ഞാൻ ക്ലിയർ ചെയ്യേണ്ട അല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പഠിക്കേണ്ട അല്ലെങ്കിൽ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ പ്രാക്ടീസിൻ്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഏതൊരു ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ലൈവിലും നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ലൈവിൽ വരുമ്പോൾ വെറുതെ ലൈവ് കാണുന്നതിന് പകരം ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് നമ്മൾ ലൈവ് കാണുക. ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ സൊല്യൂഷനിലേക്ക് കടക്കാം. എപ്പോഴും നമ്മൾ ജസ്റ്റ് കാണുന്നത് മാത്രമല്ല, നമ്മളെ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സ്റ്റേ കൺസിസ്റ്റൻറ്റ് ആൻഡ് മോട്ടിവേറ്റഡ്. നമ്മൾ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്താ പറയുക, ഓക്കെ ഞാൻ ഇന്നൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുകയാണ്, എനിക്ക് ഇന്ന ചാപ്റ്റേഴ്സ് പഠിക്കണം. ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഓ ഞാൻ കുറേ പഠിച്ചു, ഇനിയിപ്പോൾ കുറച്ച് ദിവസം വെറുതെ ഇരിക്കാം. അങ്ങനെ അവസാനം എന്ത് വരും, നമ്മുടെ എക്സാം മുന്നിൽ വരുമ്പോൾ നമ്മളൊന്നും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഡെയിലി 2 പോൾ ക്വസ്റ്റ്യൻസും അതുപോലെ നമ്മുടെ ചാനലിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നും രാവിലെ നിങ്ങൾക്ക് ചെറിയൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ഒന്ന് അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഏത് സബ്ജക്റ്റിൽ നിന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. സോ നിങ്ങൾ ഡെയിലി മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പോൾ ക്വസ്റ്റ്യൻസും ക്വിസുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. ദെൻ അനാലിസിസ് ഓഫ് ടെസ്റ്റ്, നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുക അല്ലെങ്കിൽ ഒരു ലൈവ് കാണാമെന്ന് വിചാരിക്കാം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഈ ലൈവിൽ 10 ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 8 ചോദ്യം എനിക്ക് ക്ലിയർ ആയിട്ടില്ല, എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ലൈവ് അല്ലെങ്കിൽ ഒരു ക്ലാസ് കഴിഞ്ഞാൽ എനിക്കിതിൽ കൂടുതൽ ഭാഗങ്ങളും മനസ്സിലായിട്ടുണ്ടോ, ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനത് വായിക്കാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ പ്രാക്ടീസിൽ തെറ്റുള്ളതുകൊണ്ടാണോ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ സയൻസ്, ബേസിക് സയൻസിൽ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കിയ രീതി തെറ്റായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ട് മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് ഒരു കൺഫ്യൂഷൻ വന്നുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കണം. ഇനി മാത്സ് നമുക്ക് തെറ്റാണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ കൂടുതൽ പ്രാക്ടീസ് കുറവായതുകൊണ്ടായിരിക്കും. നമ്മൾ ചെറിയ മൾട്ടിപ്ലക്ഷൻ 2x2 നമ്മൾ 2 എന്ന് എഴുതി പോകും എക്സാമിൻ്റെ സമയത്ത്. സോ അങ്ങനെയുള്ള ചെറിയ ചെറിയ തെറ്റുകൾ നിങ്ങൾ വരുത്തരുത്. പ്രോപ്പറായിട്ട് നിങ്ങളുടെ പഠനം നിങ്ങൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്തു പോകും. ഇത് നമ്മുടെ എക്സാമിന് വേണ്ടി മാത്രമല്ല, USSൻ്റെ കാര്യം മാത്രമല്ല, മുന്നോട്ട് നമ്മൾ പോകുമ്പോഴും നമ്മളൊരു പഠിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എപ്പോഴും ഒരു അനാലിസിസ് വേണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എത്ര മുന്നോട്ട് എത്തി, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റുകളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇതിന് വേണ്ടി നിങ്ങൾക്ക് ടൈംലി ആയിട്ടുള്ള അപ്ഡേറ്റുകൾ, ഡെയിലി ക്യൂസുകൾ, മോക്ക്, നമ്മുടെ ലൈവ് ഒക്കെ ആയിട്ട് നമ്മുടെ എക്സാം ബൈ ടീം ഫുൾ റെഡി ആയിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീക്കിൽ തന്നെ നമ്മൾ USSൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മളൊരു വീക്കായിട്ടും ഇപ്പോഴാണ് നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ട് തുടങ്ങുന്നതെങ്കിൽ നമ്മളുടെ ടൈമൊന്നും ലേറ്റ് ആയിട്ടില്ല. നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ വർഷത്തെ USS ക്രാക്ക് ചെയ്യാം. സോ അതിന് നിങ്ങളുടെ കൂടെ നമ്മുടെ എക്സാം ബൈ ഫാമിലി ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ടൈം ടു ടൈം ആയിട്ടുള്ള അപ്ഡേറ്റ്സും ക്ലാസ്സുകളും
വീഡിയോകളും കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. USS എഴുതുന്ന എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.